Hello dear friends, welcome back to our channel. ഞാനിന്നൊരു ബനാന സമോസയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ എനേബിളാക്കി ഓളാക്കി വയ്ക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ്: ഒരു നേന്ത്രപ്പഴം വേണം ചെറുതാക്കി അരിഞ്ഞെടുത്തത്, 2 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 അച്ച് ശർക്കര ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും 1/2 കപ്പ് മൈദ. ഇത്ര ഇൻഗ്രീഡിയൻസേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓയിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം. ഈ ശർക്കര ഒന്ന് മെൽറ്റായി വരണം. ഇപ്പം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കായും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പഴവും നെയ്യും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയ ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദ ഒരു ബൗളിലിട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇത് ചെറിയ ബോളാക്കിയിട്ട് നമ്മളിത് പരത്തിയെടുക്കുകയാണ്. ഒരു ബോൾ നമുക്ക് 2 പീസാക്കിയിട്ട് മാറ്റാം. പരത്തിയെടുത്ത ശേഷം ഒരു ബോൾ കൊണ്ട് നമുക്ക് 2 സമോസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് 2 പീസാക്കി മുറിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരത്തെ ബനാനയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് സമൂസയുടെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ മടക്കിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വെക്കണം, മടക്കിയെടുക്കണം. ഇപ്പോൾ പല ഷേപ്പുകളിലായിട്ടാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് കൊണ്ട് ഒരു 6 സമോസയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് അളവ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ബനാനയും അതുപോലെ തന്നെ മൈദയൊക്കെ കൂട്ടിയെടുത്താൽ മതി. ബനാന സമൂസ അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ശർക്കരപ്പാനിയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെർവ് ചെയ്യാം. ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടാണ് സെർവ് ചെയ്യണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക് യു.